أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, അഭിവന്യരായ മഹാനായ ഷെയ്ഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പുത്തമ്പള്ളി റളിയല്ലാഹു അൻഹു അവരുടെ 110ാമത്തെ ഉറൂസ് മുബാറക്കിലാണ് ഓൺലൈനിലായി നാം സംഗമിച്ചിട്ടുള്ളത്. അതിൻ്റെ സമാപന പരിപാടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ, എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഔലിയാക്കൾ അല്ലാഹുവിൻ്റെ മഹത്തുക്കളായ അടിമകളാണ്. ജീവിതകാലം മുഴുവനും അല്ലാഹുവിനെ പൊരുത്തമുള്ള ജീവിതം നയിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സമ്പാദിച്ചവരാണ് അല്ലാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ. വിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അചഞ്ചലമായ വിശ്വാസവും സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്ത ആളുകളെ അല്ലാഹു തആല അവർക്ക് സ്നേഹത്തെ ആക്കി കൊടുക്കും. ഖിയാമം നാൾ വരെ അവരെ സ്മരിക്കാനും അവരെ പുകഴ്ത്താനും പറയാനുമൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ജനങ്ങളുണ്ടാകും. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, എല്ലാ പരിപാടികളും വളരെ നിയന്ത്രിച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിലും ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മൂപ്പരുടെ ഉറൂസ് മുബാറക്ക് ആണ്ട് നേർച്ച എത്തിയപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഈ പരിപാടി വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകരും ഇവിടുത്തെ നേതാക്കളും എല്ലാവരും തീരുമാനിച്ചത് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഈ ഒരൊറ്റ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, അവർക്ക് അല്ലാഹു തആല സ്നേഹത്തെ ആക്കി വഫാത്തായി പോയവരെ മുഴുവനും മഹാന്മാരാകുന്ന ഔലിയാക്കളെയും അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് ഉള്ളത്. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മൂപ്പര് വഫാത്തായി 110 വർഷമാവുകയാണ്. ഇപ്പോഴും അവിടുത്തെ സ്മരണ നാട്ടുകാരായ നമ്മളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരും നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളവരും അതിന് പുറം സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവരും ഒക്കെ മഹാനവറുകളെ സ്മരിക്കുകയും പുകഴ്ത്തുകയും അവിടുത്തെ മൗലിദോതുകയും അവിടുത്തെ കുറിച്ച് മദ്ഹുകൾ പറയുകയും ചെയ്യുക എന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംബിയാക്കളെ സ്മരിക്കുന്നത്, അവരെ ഓർക്കുന്നത്, അവരെ പറയുന്നത് അത് പുണ്യകർമ്മമാണ്, ആരാധനയാണ്. സ്വാലിഹീങ്ങളാകുന്ന ഔലിയാക്കളെ സ്മരിക്കുന്നത്, അവരെ പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടാൻ പര്യാപ്തമായ പ്രായശ്ചിത്യമാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മഹാന്മാരുടെ മദതും സഹായവും ഇവരുടെ ബറക്കത്തും പൊരുത്തവുമാണ് ഇത്തരം പരിപാടികളെ കൊണ്ടൊക്കെ നാം ലക്ഷ്യമിടുന്നത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്കും മറ്റുമൊക്കെ കിടക്കുകയാണ്. വിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതി അല്പം തഹ്ലീലും സ്വലാത്തുമൊക്കെ ചൊല്ലി കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചവർ ഉണ്ട്. ഒരു കുടുംബം വിവാഹം കഴിഞ്ഞ് 7 വർഷമായി പല ചികിത്സകളും നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരു സന്താനത്തെ കിട്ടാത്ത വലിയ പ്രയാസത്തിൽ അവർ ഈ സംരംഭത്തിലേക്ക് അരിയും മറ്റുമൊക്കെ കൊടുത്തയച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, ഇവിടുത്തെ ബറക്കത്തുകൊണ്ട് നീ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ബറക്കത്തുള്ള മക്കളെ നൽകണം റഹ്മാനെ.
ഖൈറുള്ള മക്കളെ നീ നൽകണം റഹ്മാനെ. എത്രയും പെട്ടെന്ന് സന്തോഷകരമായ ഒരു വാർത്ത കുടുംബത്തിൽ നിന്ന് നീ നൽകണം റഹ്മാനെ. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ സംഭാവനകൾ അയച്ചവരും നേർച്ചകൾ നേർന്നവരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. രോഗികളുണ്ട്, അവർക്ക് ശിഫാ നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണം റഹ്മാനെ. എന്ത് പ്രതിസന്ധി ഉള്ളവരുണ്ടോ അതെല്ലാം നീ നിന്റെ മഹദായ ഫളില് കൊണ്ട് ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം ഖാസ്സത്തൻ ഇലാ ഹദ്റത്തി വലിയിക ഹദ്റാത്തി മൻ ദുഫിനു ഹവാലൈന. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله.
الله أكبر الله أكبر. لا إله إلا الله محمد رسول الله. اللهم رب هذه الدعوة التامة والدرجة الرفيعة وبعث مقام محمود. بسم الله الرحمن الرحيم. الله لا إله إلا هو سنة ولا نوم له ما في السماوات وما في الأرض يعلم ما بين أيديهم وما خلفهم ولا إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرسلن. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردن شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل هم مظلمون العزيز العليم ولناه منازل حتى عادت كالرجول القديم الليل سابق النهار إنا حملنا الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون
إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين من لو يشاء الله وتعالى إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون يا بني آدم لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكس في الخلق أفلا يعقلون وما علمنا في الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم استغفروا ربكم إنه كان غفارا أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا 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 الله
لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അറിയിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുമാറാകട്ടെ. അവർക്കെല്ലാം അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വലാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിലും പള്ളികളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ദിവസവും മൗലിദ് ഓതാനുള്ള സാഹചര്യം നമ്മളെ നാട്ടിലില്ലെങ്കിലും
ഓരോരുത്തരുടെയും വീടുകളിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മഹാനായ ഇമാം ഹാഫിദു സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിലിൽ ഫത്താവയിൽ രേഖപ്പെടുത്തി വെച്ചതാണ്, റസൂലുള്ളാഹി തങ്ങളെ മൗലിദ് ഓതുന്ന വീട്ടിൽ ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല. കള്ളന്റെ ശല്യം ഉണ്ടാവില്ല, അതുപോലെ കടങ്ങൾ ഉണ്ടാവൂല, മാരകമായ രോഗങ്ങൾ ഉണ്ടാവൂല. ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗമാണ് മഹാനായ പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള പകർച്ചവ്യാധി ഉണ്ടായ സമയത്ത് അവരുണ്ടാക്കി തന്ന മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഈ റബീഉൽ അവ്വലിൽ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഇരുന്ന് മൗലിദ് ഓതണം. ചെറിയ ചീരണി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി അത് മക്കൾക്ക് പേരമക്കൾക്കൊക്കെ നൽകി എല്ലാവരെ കൊണ്ടും സ്വലാത്തു ചൊല്ലിക്കണം. റസൂലുള്ളാഹി തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഒരു കാരണവശാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അതിൽ നിന്ന് അതുപോലെയോ അതിനേക്കാൾ ഏറെയോ ആവുക എന്നല്ലാതെ ഒരിക്കലും ഒരൽപ്പം പോലും കുറവ് വരാൻ പാടില്ല. ധാരാളം കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് ചൊല്ലി, അതുപോലെ മൗലിദോതി ഹബീബിന്റെ ബുർദ ചൊല്ലി റസൂലുള്ളാഹി തങ്ങളെ ഓർക്കുന്ന മാസമായി റബീഉൽ അവ്വൽ മാറണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അന്ന് പള്ളികളിലോ മറ്റോ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് വൃത്തിയായി കുളിച്ച് വൃത്തിയായി നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്ന സമയത്ത് മൗലിദോതി റസൂലുള്ളാഹി തങ്ങളോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് മുത്തുനബിയെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു തആല ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ നാടിനെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദുആ ചെയ്യുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആൻ, അതുപോലെ ചൊല്ലിയ സ്വലാത്തുകൾ, തഹ്ലീലുകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ കബൂലാക്കണം അല്ലാഹ്. ഓതിയ സൂറത്തുകൾ കബൂലാക്കണം അല്ലാഹ്. വല്ല ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണം അല്ലാഹ്. ഇതിന്റെ മിസ്ലു സവാബ് നിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. മറ്റു മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങളെ ഹദ്റത്തുകളിലേക്ക് എത്തിക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മാസം ആണ്ട് നടക്കുന്ന പുത്തമ്പള്ളി മൂപ്പരുടെ സമീപത്താണ് ഞങ്ങളുള്ളത്. റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റബ്ബേ, അവരെ ദറജകൾ നീ ഉയർത്തണം അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അഫ്വ് നൽകണം അല്ലാഹ്. മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ മാപ്പാക്കണം അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ധാരാളം തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അഫ്വ് നൽകണം അല്ലാഹ്. പൊരുത്തപ്പെട്ടു തരണം അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. മരണം നന്നാക്കി തരണം അല്ലാഹ്. സ്വാലിഹീങ്ങളെ മരണം നൽകണം അല്ലാഹ്. തൗബ ചെയ്തു മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്.
ഞങ്ങളെ മരണം ഒരിക്കലും മോശമാക്കല്ല അല്ലാ. മരണസമയം കുഫ്റ് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ഫിസ്ക് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ബിദ്അത്ത് കൊണ്ട് അല്ലാ. റബ്ബേ, മരണസമയം നീ മോശമാക്കല്ല അല്ലാ. ഞങ്ങളെ മരണം ഈമാനുള്ള മരണമാക്കണം അല്ലാ. ആഖിബത്ത് നന്നായുള്ള മരണമാക്കണം അല്ലാ. ഈമാൻ കാമിലായ മരണമാക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണം അല്ലാ. രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ, അറ്റാക്ക് നൽകല്ല അല്ലാ, അൾസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, ഷുഗർ നൽകല്ല അല്ലാ, പ്രഷർ നൽകല്ല അല്ലാ, കൊളസ്ട്രോൾ നൽകല്ല അല്ലാ, ശരീരവേദന നൽകല്ല അല്ലാ, ശരീരം തളർത്തി കളയല്ല അല്ലാ. മാരകമായ ഒരു രോഗവും തന്ന് ഞങ്ങളെ ക്ഷമയോ ഈമാനോ നീ പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ, ഈ മജ്ലിസിൽ വന്നുകൊണ്ട്, വിശുദ്ധമായ ഈ മഖാമിൽ വന്നുകൊണ്ട്, ഇവിടുത്തെ ഹദറത്തിൽ വന്നുകൊണ്ട്, ഇവിടുത്തെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. നീ ഞങ്ങളെ ചോദ്യം ഒരിക്കലും തട്ടില്ലെന്ന് പ്രതീക്ഷിച്ചാണ് ചോദിക്കുന്നത്. എല്ലാവിധ മഹാമാരികളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കി തരണം അല്ലാ. ഞങ്ങളെ നാടിനെ രക്ഷപ്പെടുത്തി തരണം അല്ലാ. റബ്ബേ, ഞങ്ങളെ പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ്, ഞങ്ങളെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, മദ്രസകളും ദർസുകളും മുടങ്ങിക്കിടക്കുകയാണ്. ഇത് നിന്റെ മഹലായ ഫള് കൊണ്ട്, പുത്തമ്പള്ളി മൂപ്പരുടെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബു ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്കൊന്ന് സലാമത്ത് നൽകണം അല്ലാ. ദിനം പ്രതി ഞങ്ങളെ നാടുകളിൽ രോഗികൾ വർദ്ധിച്ചു വരികയാണ്. റബ്ബേ, ഇതെവിടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു നിരീക്ഷകർക്കും അറിയുന്നില്ല, ഒരു ഡോക്ടർമാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. റബ്ബേ, നീ ഞങ്ങൾക്ക് മുഴുവനും സലാമത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളിൽ ഈ രോഗം നൽകല്ല അല്ലാ, വീടുകളിലുള്ളവർക്ക് നൽകല്ല അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകല്ല അല്ലാ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് നൽകല്ല അല്ലാ, ഞങ്ങളെ ശിഷ്യന്മാർക്ക് നൽകല്ല അല്ലാ, സ്നേഹികൾക്ക് സഹായികൾക്ക് നൽകല്ല അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന ഒരാൾക്കും നീ നൽകല്ല അല്ലാ. ആര് ഈ രോഗത്തിൽപ്പെട്ട് വീടുകളിൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ടോ, നീ അവർക്കെല്ലാം ശിഫാ നൽകണം അല്ലാ. എത്രയും പെട്ടെന്ന് അവരെ ടെസ്റ്റ് നീ നെഗറ്റീവ് ആക്കി കൊടുക്കണം അല്ലാ. റബ്ബേ, സലാമത്ത് നൽകണം അല്ലാ. പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ മയ്യത്തിന്റെ സമീപത്ത് ഞങ്ങളെ മക്കൾക്കോ ഭാര്യക്കോ ഒരാൾക്ക് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങളെ മരണം നീ ആക്കല്ല അല്ലാ. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. നീ ഞങ്ങളെ ഹിഫ്ള് ചെയ്യണം അല്ലാ. റബ്ബേ, ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണം അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടബാധ്യതകൾ ഉള്ളവരുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, ഖൈറായ നിലയ്ക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഖൈറായ വീടും സ്ഥലവും നീ നൽകണം അല്ലാ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾ പെങ്ങന്മാരുള്ളവരുണ്ട്, സ്വാലിഹീങ്ങളായ ഇണകളെ നീ നൽകണം അല്ലാ. ചെറുപ്പക്കാരുണ്ട്, സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണം അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് വിധേയരാക്കല്ല അല്ലാ. വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ലാതെ വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഈ പരിശുദ്ധ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഖൈറായ മക്കളെ നൽകണം അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങളെ ജോലികളിൽ ബറക്കത്തുള്ള ജോലികളാക്കണം അല്ലാ. കച്ചവടങ്ങൾ ബറക്കത്തുള്ളതാക്കണം അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ബിസിനസ് നടക്കാത്തവർക്ക് നടക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം അല്ലാ. റബ്ബേ, വിദേശത്തും നാട്ടിലും ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹികൾ, സഹായികൾ, സഹകാരികളുണ്ട്. അവർക്കെല്ലാം നീ സലാമത്ത് നൽകണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. അവരിൽ ജോലി നഷ്ടപ്പെട്ട് മാസങ്ങളായി കഴിയുന്നവരുണ്ട്. റബ്ബേ, ഖൈറുള്ള ജോലികളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കണം അല്ലാ. ശമ്പളം കിട്ടാതെ മാസങ്ങളായി പ്രയാസപ്പെടുന്നവരുണ്ട്. ശമ്പളം കിട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാ. ജോലിയിൽ തന്നെ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുന്ന പലരുണ്ട്. റബ്ബേ, നീ അവരെ ജോലി നഷ്ടപ്പെടുത്താതെ സ്ഥിരപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. കച്ചവടം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്.
അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാ. ഈ മഹലിന്, ഈ നാടിന് നീ ബറക്കത്ത് നൽകണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. ഈ മൂപ്പരുടെ എല്ലാവിധ പൊരുത്തവും ഇവിടെ നൽകണം അല്ലാ. എല്ലാ കുടുംബത്തിലും ബറക്കത്ത് നൽകണം അല്ലാ. റാഹത്ത് നൽകണം അല്ലാ. ഈ മഹലിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ എല്ലാ സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഖത്തീബ്, അതുപോലെ മറ്റു ഉസ്താദുമാര്, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം ആരെല്ലാം, അവർക്കെല്ലാം നീ സന്തോഷം നൽകണം അല്ലാ. ബറക്കത്ത് നൽകണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണം അല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണം അല്ലാ. മനസ്സിന് സമാധാനം നൽകണം അല്ലാ. എന്തു വിഷമമുണ്ടോ അതെല്ലാം നീ പരിഹരിക്കണം അല്ലാ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹലിന് നേതൃത്വം നൽകിയ പലരും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. റബ്ബേ, അവരെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് നീ എത്തിക്കണം അല്ലാ. അവരെ ഖബറുകൾ സ്വർഗമാക്കണം അല്ലാ. സ്വർഗത്തോപ്പാക്കണം അല്ലാ. ഖബറുകൾ പ്രകാശിപ്പിക്കണം അല്ലാ. ഖബറുകളിൽ സന്തോഷം നൽകണം അല്ലാ. സ്വർഗീയ ജീവിതം നൽകണം അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഖബറുകളാക്കണം അല്ലാ. നരകത്തിന്റെ കവാടം അടക്കപ്പെട്ട ഖബറുകളാക്കണം അല്ലാ. എന്റെ അഭിവന്ദ്യരായ ഉപ്പ വഫാത്തായ മാസമാണ് റബ്ബേ. അവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണം അല്ലാ. അതുപോലെ ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. അവരെ ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. റബ്ബേ, നരക ശിക്ഷ കൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ. സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നീ നൽകണം അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ തങ്ങളെ ജിവാറിൽ വെച്ച് കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളെ മരണസമയം നീ നന്നാക്കി തരണം അല്ലാ. ഹബീബ് തങ്ങൾ ദിക്ർ ചൊല്ലി തന്നത് ഏറ്റു ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. സ്വർഗത്തോപ്പാക്കണം അല്ലാ. ഖബറുകൾ നീ പ്രകാശിപ്പിക്കണം അല്ലാ. റബ്ബേ, അവസാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽപ്പെട്ട് അവിടുത്തെ ലിവാഉൽ ഹംദിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിച്ച് ആ ഹബീബായ തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാ. ഭാഗ്യം നൽകണം അല്ലാ. ഭാഗ്യം നൽകണം അല്ലാ. ഭാഗ്യം നൽകണം അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفارا للمذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. പെരുമ്പളപ്പ് പുത്തമ്പള്ളി ഷെയ്ഖ് കുഞ്ഞി അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കസഹു അവരുടെ ആണ്ടുനേർച്ച ഇവിടെ സമാപിക്കുകയാണ്. വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് നൂനക്കടവ് യോടെ സമാപിക്കുകയാണ്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ഓൺലൈനായും മറ്റും പരിപാടി വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ആണ്ടുനേർച്ചയുടെ വിജയത്തിൻ്റെ